പൊതുസേവർക്കെതിരായ അന്വേഷണം മുൻകൂർ അനുമതിയിൽ ഭിന്നവിധിയാണ് സുപ്രീം കോടതി ബെഞ്ച് എഴുതിയിരിക്കുന്നത്. പൊതുസേവർക്കെതിരായ അന്വേഷണത്തിന് മുൻകൂർ അനുമതി വേണമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന അഴിമതി തടയൽ നിയമത്തിലെ 17A വകുപ്പിൻ്റെ ഭരണഘടനാ സാധുതയിൽ സുപ്രീം കോടതിയുടെ 2 അംഗ ബെഞ്ച് ഭിന്നവിധി എഴുതി. 1988 അഴിമതി തടയൽ നിയമത്തിൽ 2018 ഉൾപ്പെടുത്തിയ പ്രസ്തുത വകുപ്പ് ഭരണഘടനാ വിരുദ്ധമാണെന്ന് ജസ്റ്റിസ് BB നാഗരത്ന വിധി എഴുതി. എന്നാൽ വകുപ്പിന് ഭരണഘടനാ സാധുതയുണ്ടെന്നും സത്യസന്ധമായ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുമെന്നും ജസ്റ്റിസ് KV വിശ്വനാഥൻ നിലപാടെടുത്തു. തുടർന്ന് വിഷയം വിശാല ബെഞ്ചിന് വിടുന്നതിനായി ചീഫ് ജസ്റ്റിസിൻ്റെ പരിഗണനയ്ക്കയച്ചു. ഔദ്യോഗിക ചുമതലകൾ നിർവഹിക്കുന്നതിനുള്ള ശുപാർശകൾ നൽകിയതിന് പൊതുസേവകനെതിരെ ഏതെങ്കിലും അന്വേഷണം നടത്തുന്നതിന് ബന്ധപ്പെട്ട അധികൃതരുടെ മുൻകൂർ അനുമതി വേണമെന്നാണ് 17A വ്യവസ്ഥ ചെയ്യുന്നത്. ഇതിൻ്റെ ഭരണഘടനാ സാധുതയെ ചോദ്യം ചെയ്ത് സെൻറ്റർ ഫോർ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്ന സന്നദ്ധ സംഘടന നൽകിയ ഹർജിയിലാണ് വിധി. അന്വേഷണത്തിന് മുൻകൂർ അനുമതി വേണമെന്ന വ്യവസ്ഥ അഴിമതിക്കാരെ സംരക്ഷിക്കുന്നതാണെന്ന് ജസ്റ്റിസ് നാഗരത്ന പറഞ്ഞു. അതിനാൽ 17A വകുപ്പ് ഭരണഘടനാ വിരുദ്ധമാണ്. നിയമത്തിൻ്റെ ലക്ഷ്യത്തിനെതിരായ വകുപ്പ് റദ്ദാക്കണം. സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ അല്ല, അഴിമതിക്കാരെയാണ് വകുപ്പ് സംരക്ഷിക്കുക. സത്യസന്ധർക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംരക്ഷണത്തിൻ്റെ ആവശ്യമില്ലെന്നും ജസ്റ്റിസ് നാഗരത്ന വ്യക്തമാക്കി. എന്നാൽ 17A വകുപ്പിന് ഭരണഘടനാ സാധ്യതയുണ്ടെന്നും ജസ്റ്റിസ് വിശ്വനാഥൻ വിധി എഴുതി. അതേസമയം അന്വേഷണത്തിന് അനുമതി നൽകേണ്ടത് ലോക്പാലോ സംസ്ഥാന ലോകായുക്തോ ആയിരിക്കണമെന്നതും അദ്ദേഹം പറഞ്ഞു. സത്യസന്ധരായ ഉദ്യോഗസ്ഥരുടെ കരങ്ങൾ ശക്തിപ്പെടുത്തുന്ന വകുപ്പാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കി.